ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഷിൽജി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഓട്സും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയത്. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു അപ്പമാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആക്കുവാണ്. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. അപ്പോൾ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. വീഡിയോയിലേക്ക് പോകാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സാണ്. 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണേ. ഇതേ അളവിൽ തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയും എടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം. മൈദപ്പൊടി ചേർത്താൽ അത്ര ടേസ്റ്റ് കിട്ടുകയില്ല കേട്ടോ. ഗോതമ്പ് പൊടിയാണ് നല്ലത് ഇതിന്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ ആ ഓട്സ് എടുത്ത് വെച്ചാൽ മതി. അത് ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് നല്ല കൂടുതലുണ്ട്. അതാണ് ശരീരത്തിന് ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് ഫൈബറിൻ്റെ അംശമൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവും. ഇനി ഇത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 മുട്ടയൊക്കെ വേണ്ടവർക്ക് ചേർക്കാവേ. മുട്ടയും ചേർത്തതിന് ശേഷം നല്ല ഇളക്കി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, കൂടിപ്പോവും. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ എല്ലായിടവും നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഓട്സ് ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് വെള്ളം നല്ല അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഏറെ വെള്ളം വേണ്ടി വരും. എന്നാൽ കറക്റ്റ് പാകത്തിന് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ അതേ ബാറ്റർ ഉണ്ടാക്കുകയല്ലേ, ആ ലൂസി വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് വേഗത്തിൽ അരച്ചെടുക്കാൻ പറ്റുവേ. ഇനി ഒരു ജാറിലേക്കിട്ട് നമുക്കിത് അരച്ച് മാറ്റി വയ്ക്കാം. വളരെ ഈസി ആയിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവേ. ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്രയ്ക്ക് രുചിയാണ്. ഇത് ഓട്സിൻ്റെ ടേസ്റ്റൊന്നുമില്ല. നമ്മൾ അതിൻ്റെ കൂടെ വേറെയും ചേരുവകൾ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ ലഞ്ചായിട്ട് കൊണ്ടുപോകാനൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇനി ഇതിലോട്ട് കുറച്ച് ചേരുവകളും കൂടി ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതിയേ. ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാ ചേരുവകളും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇപ്പം നമ്മുടെ ഓട്സ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ബാറ്ററൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റ് പാകത്തിനായിരുന്നു വെള്ളമൊക്കെ ചേർത്തിരുന്നത്. ഇപ്പം കണ്ടോ, അത് വിട്ട് വരുന്ന ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ. ഈ ഓട്സ് ഇരിക്കും തോറും കട്ടിയാവുമേ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലെ മുട്ട ചേർത്തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു സ്മെല്ല് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്ന ഏതിന് വാനില എസൻസ് ചേർത്താലും ആ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുമല്ലേ. ഇനി നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം പോരെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. മാറ്റി വെക്കേണ്ടവർക്ക് വെക്കാം. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ അതൊന്ന് പോയി കാണണേ. നല്ല തിക്ക് ബാറ്ററായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ലൂസായി കിട്ടണം, എന്നാൽ മാത്രമേ ഇത് കോരി ഒഴിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല പൊന്തി വരത്തുള്ളേ. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഒരു ചട്ടി ചൂടാവാൻ വെക്കാം. നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം പരത്തി കൊടുക്കുന്നില്ല, ഇത് നമ്മൾ കറക്കിയും കൊടുക്കുന്നില്ല. ഇത് അതേപടി ഒഴിക്കുന്നപടി അടച്ച് വെച്ച് ഉണ്ടാക്കുന്ന ഒരു അപ്പവും അതിൻ്റെ സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്.
നല്ല ഹെൽത്തിയാണല്ലോ. ഇപ്പം ചട്ടി ചൂടായപ്പോൾ ശക്കല ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ വേണമെങ്കിൽ മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു 2 തവി മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലോണം വെന്ത് കിട്ടുവേ. ഇനി ഇതിൻ്റെ തട്ട് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ അപ്പത്തിൻ്റെ ഒരു ഭാഗം നല്ലോണം വെന്ത് കിട്ടുവേ. അരി അരയ്ക്കാതെയും അതുപോലെ കുതിർത്ത് വയ്ക്കാതെയും തലേദിവസത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ രാവിലെ വളരെ വേഗത്തിൽ നമുക്ക് ഈ ഓട്സ് കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് മതി. കൈ പോലും നനയുകയില്ല, അത്രയ്ക്ക് ഈസി ആയത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഒരു ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നു. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ ഭാഗവും നല്ല മൂത്തും കിട്ടും. അതുപോലെ നെയ്യപ്പമൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊങ്ങിയും വരും. അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ മറു സൈഡ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പൊങ്ങിയും കിട്ടും കേട്ടോ. അതുപോലെ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കുന്നത്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പഞ്ഞി പോലത്തെ ഒരു അപ്പം എന്നൊക്കെ പറയാം. കട്ടിയൊന്നുമില്ല. നല്ല, ഞാനത് മുറിച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന ബാറ്ററെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ബാക്കിയിരിക്കുന്നത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം 1 കപ്പ് ഓട്സും അതുപോലെ തന്നെ 1 കപ്പ് ആട്ടയും കൊണ്ട് നമ്മുടെ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ അത്രയും മതി കേട്ടോ. നന്നായി വെന്ത് കിട്ടണം. അതിനുവേണ്ടി തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നെയ്യുടെ ചുവ എല്ലാവർക്കും പിടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് എണ്ണയുടെ ആവശ്യമേ ഇല്ല, നമ്മളിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണേൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ അവർക്ക് ഒന്നുകൂടി ശരീരത്തിന് നല്ലതല്ലേ. ഇനി എല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാം. പിന്നെ തേങ്ങാ ചട്നിയുടെ കൂടെയും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അരിയാഹാരമൊക്കെ ഡെയിലി നമ്മൾ കഴിക്കാതെ ഒരു നേരമെങ്കിലും ഓട്സ് ശീലമാക്കിയ ധാരാളം ഫൈബറിൻ്റെ അംശവും അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന ഗോതമ്പാണേലും മുട്ടയാണേലും നമ്മുടെ ശരീരത്തിന് യാതൊരു ദൂഷ്യമില്ലാത്ത സാധനങ്ങളാണ്. എല്ലാം നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അങ്ങനെ വളരെ ടേസ്റ്റിയുള്ളതും അതുപോലെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള ഓട്സിൻ്റെ അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം, വെറുതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.